നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വീട്ടിൽ പലവിധ കലഹങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും പ്രശ്നമാണ്, എന്നും വഴക്കാണ്. അതുപോലെ തന്നെ അമ്മായിമ്മയും മരുമകളും തമ്മിൽ എന്നും വഴക്കും പ്രശ്നവുമാണ്. അതുപോലെ മക്കളും മാതാപിതാക്കളും തമ്മിൽ എന്നും പ്രശ്നമാണ്. കുടുംബത്തിലെ മറ്റു ബന്ധുക്കളുമായിട്ടൊക്കെ എന്നും പ്രശ്നവും, വീട്ടിലൊരു സമാധാനവും സ്വസ്ഥതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും പരാതി പറയാറുണ്ട്. ഇത്തരം പ്രയാസങ്ങൾക്ക്, ഇത്തരം വഴക്കുകൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി നാം ചെയ്യേണ്ട കാര്യം എന്താണ്? അതുപോലെ തന്നെ ജോലി സ്ഥലത്തും പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ഇത്തരം പൈശാചികമായ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു പരിഹാരമായി നാം ചെയ്യേണ്ട കാര്യമുണ്ട്. അത് ഏതാണ്? അതാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നൂർ സുബാഹിൻ്റെ പ്രഭാതത്തിലുള്ള വളരെ മനോഹരമായ ഒരു ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവർ അള്ളാഹുവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രധാനമായും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വീട്ടിൽ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. വീട്ടിലൊന്നും പ്രശ്നമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും വഴക്കാണ്, പരസ്പര വാക്ക് തർക്കങ്ങളാണ്. എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നമോ ഒന്നുമില്ല, എന്നാലും അവർ തമ്മിൽ എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ്. അതുപോലെ തന്നെ വീട്ടിൽ അമ്മായിമ്മയും മരുമകളും തമ്മിൽ എന്നും പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, പരസ്പരമുള്ള സ്വരച്ചേർച്ചകൾ, പരസ്പരമുള്ള വാക്ക് തർക്കങ്ങൾ, അങ്ങനെ ഒരു സമാധാനവും സ്വസ്ഥതയും വീട്ടിൽ ജീവിക്കാനില്ല. അതുപോലെ മറ്റു കുടുംബങ്ങളുമായിട്ട്, മറ്റു ബന്ധുക്കളുമായിട്ട്, മക്കളുമായിട്ടൊക്കെ എന്നും പ്രശ്നവും അങ്ങനെ വഴക്കുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളിൽ പലരും പരാതി പറയാറുണ്ട്. അതിനൊക്കെ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രശ്നമാണ്. ബോസുമായിട്ട്, നമ്മുടെ മുതലാളിയുമായിട്ട് എന്നും പ്രശ്നമാണ്. അവർക്ക് നമ്മളെ പറ്റാതെ, അങ്ങനെ പലവിധ പ്രശ്നങ്ങളും പരാതി പറയാറുണ്ട്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ നാം പാലിക്കേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലി നല്ല രീതിയിൽ പുറത്തേക്ക് ഇറങ്ങണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയാൽ പോരാ. വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞ് അതിൻ്റെതായ ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ പല സ്ഥലത്തും ചുറ്റിയാണ് വരുന്നത്. നമ്മുടെ കൂടെ പലവിധ പിശാചുകളും കൂടെ വരാൻ സാധ്യതയുണ്ട്. പല സ്ഥലങ്ങളിലൂടെ നമ്മൾ, അങ്ങാടിയൊക്കെ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ കേന്ദ്രങ്ങളാണ്. സൂക്കുകൾ, അങ്ങാടികളൊക്കെ പിശാചിന്റെ കേന്ദ്രങ്ങളാണ്. അവിടെ ചെല്ലുമ്പോൾ, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പലവിധ പിശാചുകളും നമ്മുടെ കൂടെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറി ചെന്നാൽ അവിടെ ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാകും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ കാരണമൊന്നുമില്ല, ഒരു കാരണവും ഇല്ലാതെ വെറുതെ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവാൻ ഇത്തരം സാഹചര്യങ്ങൾ കാരണമാകുമെന്നാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോഴൊക്കെ ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ, ബിസ്മിയൊക്കെ ചൊല്ലി വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. അതുപോലെ തന്നെ നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തന്ന നല്ല മാർഗങ്ങളുണ്ട്, ഹബീബായ തങ്ങൾ പറഞ്ഞു നൽകുന്ന മാർഗങ്ങളുണ്ട്. ഒരു പിശാചിന്റെയും ഷർറ് നമുക്ക് ഇല്ലാതിരിക്കാൻ ഖുർആനിലെ പവിത്രമാക്കപ്പെട്ട സൂറത്തായ യാസീൻ സൂറത്ത് പാരായണം ചെയ്യുക, അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കൊക്കെ പാരായണം ചെയ്താൽ നമുക്ക് പൈശാചികമായ ഷർറുകൾ, ബുദ്ധിമുട്ടുകൾ ഏൽക്കുകയില്ല എന്നാണ്. അതുപോലെ തന്നെ ഹദ്ദാദ് പതിവാക്കുന്നവർ, ഇവർക്കൊന്നും പൈശാചികമായ പ്രയാസങ്ങൾ, അതുപോലെ തന്നെ വിഷമേൽക്കുകയില്ല, സിഹറേൽക്കുകയില്ല. ഹദ്ദാദൊക്കെ വലിയ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഹദ്ദാദൊക്കെ എന്നും പതിവാക്കിയാൽ നമുക്ക് മഹാന്മാരായി കാണിച്ചു തന്ന നല്ല പാതയാണ്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഹദ്ദാദിലൊക്കെ അതിൽ പറയുന്ന ബഹുഭൂരിപക്ഷം ദിക്റുകളും അതൊക്കെ ഹദീസിൽ വന്ന ദിക്റുകളാണ്. അതൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അത് നമുക്ക് വലിയ സംരക്ഷണമാണ്, നമുക്ക് വലിയ പ്രൊട്ടക്ഷൻ ഹദ്ദാദ് നൽകുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഈ ദുന്യാവിന് വേണ്ടി ഇങ്ങനെ ഓടി നടന്നാൽ അവസാനം ഒരു കാര്യവും ഇല്ലാതാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ദുന്യാവിന് വേണ്ടി ഓടി നടക്കാതെ അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ സമ്പാദിച്ച് പിന്നെ ആഖിറത്തിലേക്കുള്ളത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടാൽ നമുക്ക് ഉണ്ടാവുക നമ്മൾ ചെയ്ത അമലു സ്വാലിഹാത്തുകൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. അത് പിശാചി നമ്മൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ പിശാചി നമ്മളെ കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഞാൻ പറയാൻ പോകുന്ന ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുക. സൂറത്തു നൂറിലെ ആയത്താണ്. ഈ ആയത്ത് സൂറത്തു നൂറിലെ
35-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്ത് ഇഷ്ഫി എന്ന് ശരീരത്തിലേക്ക് ഊതിക്കഴിഞ്ഞാൽ എല്ലാ പിശാചിൻ്റെയും ഷർറുകളിൽ നിന്നും മുക്തമാകാൻ സാധിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആയത്ത് ഞാൻ സ്ക്രീനിൽ നൽകാം. ഇൻഷാ അല്ലാഹ് അതെന്ത് ചെയ്യുക, ആ ആയത്ത് ഓതിയിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോഴൊക്കെ ശരീരത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതുക. അപ്പോൾ എല്ലാ പിശാചിന്റെ ഷർറിൽ നിന്നും മുക്തമാകുമെന്നാണ്. ആയത്ത് ഞാനൊന്ന് ഓതി കേൾപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസ്ലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ الزجاجة كأنها كوكب ذري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم يمسسه النار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. അപ്പോൾ ഈ ആയത്ത് നമ്മൾ ഓതിയിട്ട് ശരീരത്തിൽ ഇഷ്ഫി അറിഞ്ഞ് മന്ത്രിച്ചാൽ എല്ലാ പിശാചിന്റെ ഷർറിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുമെന്നാണ്. വീട്ടിലുള്ള കലഹങ്ങൾ, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, മറ്റു പ്രയാസങ്ങൾ, പൈശാചികമായ അസ്വസ്ഥതയും പ്രശ്നങ്ങളും നമുക്ക് മനസ്സമാധാനം ഉണ്ടാകാനൊക്കെ ഈ ആയത്ത് ഓതിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ മന്ത്രിച്ചാൽ മതിയെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെന്നും ചൊല്ലാറുള്ള ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ റഹ്മാനേ രാജാധിരാജനായ അല്ലാഹ്, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ് റഹ്മാനേ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സഗീറത്തുകളായും കബീറത്തുകളായും ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയി അല്ലാഹ്. നീ പൊറുക്കണേ റഹ്മാനേ. അല്ലാഹുവേ റഹ്മാനേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ റഹ്മാനേ. മരിക്കുമ്പോ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനേ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളുടെ വാപ്പ വല്ലിപ്പമാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും ഇന്ന് ഖബറിനകത്താണ്. അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പലവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ നീ ശിഫ നൽകണേ അല്ലാഹ്. നീ കാമിലായ അജിലായ ശിഫ നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മാറാവ്യാധി അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ നല്ല അനുയോജ്യമായ ജോലികൾ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല മക്കളെ നീ നൽകണേ അല്ലാഹ്. ഉള്ള മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ നല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരപ്പെടുന്ന വല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്, അഭിമാനത്തിലാക്കണേ അല്ലാഹ്, പ്രയാസത്തിലാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനേ, ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ, ജോലികളിൽ, കച്ചവടങ്ങളിലൊക്കെ നീ ഉയർച്ച നൽകണേ അല്ലാഹ്. നിങ്ങൾ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. إن شاء الله എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ആഖിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.